5 വർഷക്കാലം ഒരു പ്രത്യേകമായിട്ട് ഗവൺമെന്റും LDFന്റെയും നയപരമായ തീരുമാനമാണ് വിലയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളത്. 5 വർഷം കഴിഞ്ഞതാ 3-ാം വർഷമാകാൻ പോവുകയാണ് ഈ ഗവൺമെന്റ് ഉണ്ടായിട്ട്. ഇതുവരെ അത് തുടരുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത് കൂടുതൽ സപ്ലൈകോയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു. സാധനങ്ങളില്ല എന്നുള്ള വ്യാപകമായ മാധ്യമങ്ങളിലൂടെ വന്ന റിപ്പോർട്ടുകളെല്ലാം നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് അതിനനുസരിച്ച് അല്ല, ഞാൻ പറഞ്ഞുനോട്ട് അതിനനുസരിച്ച് ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, എന്നാൽ ലാഭത്തിലേക്കല്ല, ചെറിയ മാറ്റം വരുത്തിയാൽ അതിന്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും. ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരും. നിങ്ങളെല്ലാം അറിയേണ്ടുന്നത്, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ഉൽപ്പന്നവും ലഭിക്കാത്തതാണോ നല്ലത്, സ്ഥാപനം മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലപാടാണോ ശരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്തെ വില വർധനവിന്റെ കണക്കുകൾ നിങ്ങൾ ഏറ്റവും അവസാനം ഇന്നലെ മെനഞ്ഞാന്നത്തെ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതെന്താ കാരണം? ഇതുപോലുള്ള പൊതുപ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. ആ പൊതുപ്രസ്ഥാനങ്ങൾ താഴിട്ട് പൂട്ടുന്നതല്ല, ആ പൊതുപ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ നിയമസഭയിലും പറഞ്ഞു, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 100ഓളം ഷോപ്പുകൾ അതിനനുസരിച്ച് പുതുതായിട്ടും അതിന്റെ രൂപത്തിൽ മാറ്റം വരുത്തി മെച്ചപ്പെടുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകവും കൂടുതൽ ശക്തവുമാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. സബ്സിഡി സാധനങ്ങളുടെ വില സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ 13 വാങ്ങുമ്പോൾ അതിന്റെ കൂടെ നോൺ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്ന നിബന്ധന ഈ സപ്ലൈകോ മാവേലി സ്റ്റോർ ജീവനക്കാർ വെക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് തീരുമാനമാണോ? അങ്ങനെ അതെല്ലാം മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളല്ലേ പറയുന്നത്? അല്ല, അത് തന്നെ മുമ്പുണ്ടായിരുന്ന വിഷയങ്ങൾ. എന്താ കാരണം? അവരുടെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ വേണ്ടി മറ്റുൽപ്പന്നങ്ങളൂടെ വാങ്ങിയാൽ വിൽപ്പന കൂടാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതെല്ലാം ജീവനക്കാരുടെ ഒരു അത്യാർത്തി കൊണ്ട് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. എന്നാൽ അതിനെല്ലാം തന്നെ ഒരു സഹായകരമാകുന്ന അവസ്ഥയായിരിക്കും ഇപ്പോഴത്തെ തീരുമാനം. ഇല്ല, അങ്ങനെ ആലോചിച്ചില്ല. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ വിലയിൽ നിന്ന് 30% വില കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് എന്തായാലും ജനങ്ങൾക്ക് ഭാരം കൂടുതൽ കയറ്റണമെന്നല്ലല്ലോ ഗവൺമെന്റ് കാണുന്നത്. നിലവിലുള്ള മാർക്കറ്റ് വിലയിൽ നിന്ന് 30% കുറച്ച് കൊടുക്കണമെന്നാണ് തീരുമാനം. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അങ്ങനെ ഒരു സാഹചര്യം, ഒരു അത്യപൂർവമായ സാഹചര്യം ഉണ്ടായാൽ എന്ത് വേണമെന്ന് ഗവൺമെന്റുമായി ആലോചിച്ച് സപ്ലൈകോ വ്യക്തമായ തീരുമാനമാണ്. ഇത് മാറ്റങ്ങൾ വരുത്തുന്നത് ഗവൺമെന്റും സപ്ലൈകോയും മാനേജ്മെന്റുമായിട്ട് ആലോചിച്ച് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നു. ഉയർന്ന വിലയുള്ള സാധനം, സാമ്പാർ പരിപ്പ് വിപണിയിൽ വലിയ വില 212 രൂപ 215 വിലയുണ്ട്. അതിന്റെ 30% പറയുമ്പോൾ അത് ചിലപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് വിപണി പൊതുവഴി. അപ്പൊ അത്തരം കാര്യങ്ങൾ അതാ പറഞ്ഞത്. നമുക്ക് പല ഘട്ടങ്ങളിലും അറിയാമല്ലോ, പല ഘട്ടങ്ങളിലും ഗവൺമെന്റ് ഇതിന് പുറമേയുള്ള സബ്സിഡി അടക്കം കൊടുത്തിട്ടുണ്ട്. അത് ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ്, ചില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ നിലപാട് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കും. ഗവൺമെന്റ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ്.